എല്ലാവർക്കും നമസ്കാരം. ലിബിസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ദുബായിൽ നിന്ന് ഡിപ്പാർട്ടേഷൻ ഫ്ലൈറ്റിന് വന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. കുറച്ച് ദിവസമായി നമ്മൾ വന്നിട്ട്, ഏകദേശം 2 മാസത്തോളമായി നാട്ടിൽ വന്നിട്ട്. പക്ഷേ ഒരുപാട് വീഡിയോസ് എടുത്തത് കാരണം കുറേശ്ശെ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് താമസം വന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ താമസിച്ചത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റായിരുന്നു എടുത്തിരുന്നത്. ആ സമയത്ത് നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൂടാതെ എമിറേറ്റ്സിന് 40 kg ലഗേജും ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ ഫേസ് മാസ്ക്, ഗ്ലൗസ്, സാനിറ്റൈസർ, ഗൗണ്, ഫേസ് ഷീൽഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ വാങ്ങി വെക്കണം. ഫേസ് ഷീൽഡൊക്കെ നമുക്ക് ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മൾ കരുതുക. ഞങ്ങൾ ആദ്യം എല്ലാവരും നമ്മൾ പലരോട് ചെക്ക് ചെയ്തപ്പോൾ ഏറ്റവും സേഫ് N95 മാസ്ക് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ N95 മാസ്ക് തപ്പിയപ്പോൾ നമുക്ക് N95ൻ്റെ മാസ്ക് കിട്ടിയില്ല. കിട്ടിയത് വിത്തൗട്ട് ഫിൽറ്ററുള്ള N95ൻ്റെ മാസ്കാണ്. പിന്നുള്ളത് KN95ൻ്റെ മാസ്കാണ്. നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ വെച്ചത് KN95ൻ്റെ മാസ്കും നമ്മളൊരു സർജിക്കൽ മാസ്കുമാണ് വെച്ചത്. നമ്മൾ ഫസ്റ്റ് സർജിക്കൽ മാസ്ക് വെച്ചിട്ട് ഈ KN95ൻ്റെ മാസ്ക് മുകളിൽ വെച്ചു. അങ്ങനെയായിരുന്നു നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തത്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ വന്ന് എമിഗ്രേഷൻ വരെ നമ്മൾ സർജിക്കൽ മാസ്കാണ് വെച്ചത്. നമ്മൾ 2 സർജിക്കൽ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് 2 സർജിക്കൽ മാസ്ക് വെച്ചത്. ഇപ്പോൾ എല്ലാവരും പൊതുവേ ഇപ്പോൾ ഹോസ്പിറ്റൽസിലായാലും പുറത്തിറങ്ങുന്നവരായാലും ഏറ്റവും സേഫ് ഈ സർജിക്കൽ മാസ്ക് ആണെന്നാണ് പറയുന്നത്. പിന്നെ വേണ്ടത് ഫേസ് ഷീൽഡാണ്. ഫേസ് ഷീൽഡ് ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് തരുന്നുണ്ടായിരുന്നു. എങ്കിലും നിങ്ങൾ കൈ കരുതുക. പിന്നെ വേണ്ടത് ഗൗണാണ്. ഞങ്ങൾ കംപ്ലീറ്റ് സിപ്പൊക്കെയുള്ള ഫുൾ കവേർഡായിട്ടുള്ള ഗൗൺ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വാങ്ങിച്ചത് ഈ ബ്ലൂ ടൈപ്പുള്ള ഗൗണാണ്. അത് ജസ്റ്റ് നമ്മൾ സർജറിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ബാക്കിൽ ഇങ്ങനെ കെട്ടത്തില്ലേ, അതുപോണക്കത്തെ ഗൗണാണ്. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു ഈ ഗൗണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൗസാണ്. ഗ്ലൗസ് നോർമൽ ഗ്ലൗസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചത് സർജിക്കൽ ഗ്ലൗസാണ്. നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മളൊരു കൈയുടെ മുക്കാൽ വരെ കിടക്കും. എന്നിട്ട് അത് മറ്റേ ഗ്ലൗസ് ആണെങ്കിൽ പെട്ടെന്ന് അത് കീറിപ്പോവാനും, നമ്മൾ സിബൊക്കെ ഇടുമ്പോഴും മറ്റെവിടെയെങ്കിലും തട്ടുമ്പോഴൊക്കെ കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഗ്ലൗസ് നമ്മളിവിടെ വരെ വരുന്നിടം വരെ നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു കേട്ടോ. പിന്നെ വേണ്ടത് ഹെയർ ക്യാപ്പാണ്. ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ നമ്മൾ നേരത്തെ വാങ്ങി വെച്ചിരുന്നു. ഇതിലൊക്കെ മെയിൻ ആവശ്യമെന്ന് പറഞ്ഞാൽ സാനിറ്റൈസറാണ്. നമ്മൾ ചെറിയ കുപ്പി സാനിറ്റൈസർ നമ്മൾ എത്ര പേരുണ്ടോ ഓരോരുത്തർക്കും വാങ്ങി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്ന് വെച്ചാൽ സ്പ്രേ സാനിറ്റൈസറും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്പ്രേ സാനിറ്റൈസർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എവിടെയെങ്കിലും ബാഗോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ തന്നെ കയറിയിരിക്കുമ്പോഴത്തേക്കിന് നമ്മളിരിക്കുന്ന സീറ്റിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടൊക്കെ ഇരുന്നാൽ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഏറ്റവും നല്ലത് നമ്മൾ സ്പ്രേ സാനിറ്റൈസർ തന്നെയാണ് നമ്മളവിടെ യൂസ് ചെയ്തത് കൂടുതലും. കൂടാതെ നമ്മൾ വലിയ കുപ്പി ഒരു സാനിറ്റൈസർ, ഒരു ബോക്സ് ഗ്ലൗസ്, പിന്നെ എക്സ്ട്രാ ടിഷ്യൂ, ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ പ്രത്യേകം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയും സാധനങ്ങളെല്ലാം കൂടെ ഞങ്ങളൊരു കവറിലാക്കി പ്രത്യേകം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ 4 hours മുമ്പാണ് ചെക്കിന്. അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഷാർജ ദുബായ് ബോർഡറിൽ നമുക്ക് ചെറിയൊരു എക്സിറ്റിൻ്റെ അവിടെ ഒരു ട്രാഫിക് കിട്ടി. അപ്പോൾ നമുക്ക് താമസം ഉണ്ട്, നമ്മൾ ടെൻഷൻ അടിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ അത് ക്ലിയറായി നമുക്ക് എയർപോർട്ടിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റി. നമ്മൾ എയർപോർട്ടിൽ ചെന്നിട്ട് നേരിട്ട് പോകേണ്ടത് കോവിഡ് ടെസ്റ്റിന് വേണ്ടിയാണ്. അവിടെ ഒരു വലിയ ഹോളിൽ കണ്ടില്ല, നമ്മൾ ഡിപ്പാർട്ടേഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരാളെ ഇരിപ്പുള്ളായിരുന്നു, ഒരു നഴ്സുമേ ഉള്ളായിരുന്നു. നമ്മളപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിൽ ഇങ്ങനെ അവർ സ്റ്റിക്കർ ചെയ്ത് തരും.
പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെക്ക് ഇൻ ആയിരുന്നു. നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു പണി കിട്ടിയത്. ഞങ്ങൾ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടി വിയുമായിട്ടായിരുന്നു നമ്മൾ വന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണം, എമിറേറ്റ്സിൽ ടി വി കൊണ്ടുപോകണമെങ്കിൽ 280 ദിറംസ് നമ്മൾ പേ ചെയ്യണം. അത് നമ്മൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് ആരാണോ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അവരോട് പറയണം നമ്മളിതുപോലെ ടി വി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം 280 ദിറംസ് നമ്മൾ എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ പേ ചെയ്യണം. അപ്പം ഇത് കൗണ്ടറിൽ നമുക്കത് അടയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ വെളിയിലിറങ്ങി എമിറേറ്റ്സിൻ്റെ ടിക്കറ്റിംഗ് കൗണ്ടറിൽ പോയി നമ്മൾ പേ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയത്. അപ്പം നമ്മൾ കുറേ താമസിച്ചു. അങ്ങനെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ടാണ് പിന്നെ എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിനും എല്ലാം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ അതുവരെ യൂസ് ചെയ്ത മാസ്ക്, ഗ്ലൗസ് എല്ലാം മാറ്റിയിട്ട് പുതിയ ഗ്ലൗസ്, മാസ്ക്, പിന്നെ ഫേസ് ഷീൽഡ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ കയറിയത്. അങ്ങനെ എല്ലാവരും ഒരുമാതിരി ആൾക്കാരെല്ലാം അങ്ങനെ ആയിരുന്നു. ഫ്ലൈറ്റിൽ അതായത് കംപ്ലീറ്റ് സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞ് ഫേസ് ഷീൽഡും ഗ്ലൗസും മാസ്കും എല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ടെല്ലാം കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ് ഫ്ലൈറ്റിൽ കയറിയത്. എല്ലാവരും ഫേസ് ഷീൽഡ് മസ്റ്റായിരുന്നു. പിന്നെ മാസ്കും ഗ്ലൗസും എല്ലാവരും കംപ്ലീറ്റ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ സീറ്റും ഇടവിട്ടിടവിട്ടായിരുന്നു ആൾക്കാരിരുന്നത്. നമുക്ക് ഒരു കംപ്ലീറ്റ് സേഫ്റ്റി ആയിരുന്നു, സേഫ്റ്റി ട്രാവലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ടെർമിനൽ 3 എന്ന് പറയുന്നത് നമ്മുടെ എമിറേറ്റ്സിൻ്റെ ഈ ഫ്ലൈറ്റ് മാത്രം ട്രാവൽ ചെയ്യുന്ന ഒരു ടെർമിനലാണ്. അത് ട്രാവൽ ചെയ്തവർക്കറിയാം അത്ര പെർഫെക്റ്റ് ആണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു വിധത്തിലുള്ള ലാഗിങ്ങോ കാര്യങ്ങളോ വരത്തില്ല. ദുബായിലെ ലൈറ്റുകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടില്ലേ, എന്ത് രസമുണ്ട്. അപ്പോൾ ഫ്ലൈറ്റെല്ലാം പൊങ്ങി ബാലൻസ് ആയപ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങി. നമുക്ക് കിട്ടിയത് ഫുൾ വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു. അതും പക്ഷേ കൂടുതൽ ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു. കാര്യം സേഫ്റ്റി വിചാരിച്ച് ആരും ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു. ഈവൻ നമ്മളും ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. പിന്നെ അവർ തന്നത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് ഭയങ്കര ഫ്രീസ് ചെയ്ത ഫുഡാണ്, ഭയങ്കര തണുത്ത ഫുഡായിരുന്നു നമുക്ക് കിട്ടിയത്. അത് കാരണം ഒട്ടും ആരും ഭക്ഷണം കഴിച്ചില്ല. എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ഈ 4 മണിക്കൂർ മുമ്പ് കയറിയത് കാരണം ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ 2 ഫോം വെച്ച് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അപ്പം തന്നെ ഫ്ലൈറ്റിൽ വെച്ച് തന്നെ ഫില്ല് ചെയ്തു. ഇത് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ, നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴത്തേക്കിന് അത് അവിടെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാനത് ഫ്ലൈറ്റിലിരുന്ന് തന്നെ അത് അപ്പം തന്നെ ഫില്ല് ചെയ്തു എല്ലാം. നമ്മളിത് ഫില്ല് ചെയ്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ ഫില്ല് ചെയ്ത ഫോം എല്ലാം അവർ വാങ്ങിക്കും.
45 മിനിറ്റ് കൂടെ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അറൈവലിന് വേണ്ടി. അവിടെ എങ്ങനെയാണ് ഞങ്ങൾക്ക് അതിലാവശ്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? നമ്മൾ ഫോൺ കംപ്ലീറ്റ് ഫ്ലൈറ്റ് മോഡിലിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തേക്കുന്നത്. ലാൻഡിങ് ആയപ്പം എല്ലാവർക്കും പ്രത്യേക ഒരു സന്തോഷമായിരുന്നു. എത്രയൊക്കെയായാലും നമ്മുടെ നാട്ടിലെത്തുന്നതിനൊരു എല്ലാ പ്രവാസികൾക്കും നാട് അല്ലെങ്കിൽ അവനവൻ്റെ നാട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. അങ്ങനെ നമ്മൾ വളരെ സക്സസ് ആയിട്ട് ട്രിവാൻഡ്രം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് എല്ലാവരും വളരെ സമാധാനത്തോടെ തന്നെ ക്യൂ നിന്നിട്ടൊക്കെയാണ്, വളരെ അകലത്തിലൊക്കെയാണ് എല്ലാവരും ഇറങ്ങിയത്. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ അവർ വളരെ എന്താണ് പറയേണ്ടത്, നമ്മുടെ കേരളത്തിൽ അവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള സാഹചര്യങ്ങളും സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ അവർ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? അവിടെ നിൽക്കുമ്പോൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്താണ് നമ്മൾ വെളിയിലോട്ട് വരുന്നത്. എന്നിട്ട് ഈ സൈഡിൽ തന്നെ ഒരു കൗണ്ടറുണ്ട്. നമുക്കെന്തെങ്കിലും പനിയുണ്ടോ, നമ്മൾ ടെസ്റ്റ് ചെയ്തതാണോ, നമുക്ക് എന്തെങ്കിലും ചുമയോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, പിന്നെ നമ്മുടെ അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം അവർ കളക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരെ എമിഗ്രേഷനിലോട്ട് പോകും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് എമിഗ്രേഷൻ കൗണ്ടറിലാണ്. എമിഗ്രേഷൻ കൗണ്ടറിലും എല്ലാവരും സാമൂഹിക അകലം പാലിച്ചതിനാണ് നിന്നത്, കണ്ടില്ലേ? 1 മീറ്റർ ഡിസ്റ്റൻസിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴും ചെക്കിംഗ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ലഗേജൊക്കെ എടുക്കുമ്പോൾ ലഗേജ് മൊത്തം സാനിറ്റൈസ് ചെയ്താണ് വരുന്നത്. നമ്മൾ ലഗേജും എടുത്തിട്ട് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം അവിടെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 2 ഫോം സബ്മിറ്റ് കൊടുക്കേണ്ടത്. അവിടെ കുറച്ച് നേരത്തെ ഒരു ലാഗിങ് ഉണ്ടായിരുന്നു, കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇത്രയും ആൾക്കാരുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസും ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്. അവിടെയും എല്ലാവരും സാമൂഹിക അകലം പാലിച്ചൊക്കെയാണ് കഴിവതും എല്ലാവരും ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വെളിയിലോട്ട് വന്നിട്ട് നമ്മൾ ടാക്സിയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാക്സിയിലാണ് നമ്മൾ വീട്ടിലോട്ട് പോയത്. അതേപോലെ തന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് ഇതേപോലെ ഒരു 3 ബക്കറ്റ് പോലെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് ഇട്ടുകൊണ്ട് വന്ന PPE കിറ്റ്, മാസ്ക്, ഗ്ലൗസ് കംപ്ലീറ്റ് നമ്മൾ ഈ ബോക്സിനകത്ത് ഇട്ടതിന് ശേഷം വേറെ മാസ്കും ഗ്ലൗസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയിൽ കയറുന്നത്. കണ്ടല്ലോ, നമ്മളങ്ങനെ ടാക്സിയിലൊക്കെ കയറി. കണ്ടല്ലോ, ടാക്സിയുടെ ഫ്രണ്ട് സീറ്റ് ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ കവർ ചെയ്തേക്കുവാണ്. ബ്രേക്ക് ദ ചെയിൻ ഒക്കെ ഉണ്ട്. പിന്നെ ഗ്ലാസ് തുറന്നിട്ടിട്ടാണ് വണ്ടി പോകുന്നത്. നാട് കണ്ടപ്പോൾ പ്രത്യേക ഒരു സന്തോഷം. അങ്ങനെ കണ്ടതും കാണുന്നതും എല്ലാം അങ്ങ് വീഡിയോ എടുപ്പായിരുന്നു. രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം മൂടൽമഞ്ഞുണ്ടായിരുന്നു. പ്രത്യേകം എന്താ പറയണ്ട, നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം നമുക്ക് വേറെ എങ്ങും കാണാൻ പറ്റത്തില്ല. നമ്മൾ പിന്നെ കഴിവതും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എയർപോർട്ടിൽ നിന്ന് കയറിയതിന് ശേഷം നമ്മൾ പിന്നെ വീട്ടിലെത്തുന്നതും വരെ കഴിവതും വെളിയിലെങ്ങും ഇറങ്ങാതിരിക്കുക. കാര്യം നമുക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് കഴിവതും വെളിയിൽ ഇറങ്ങാതിരിക്കുക. അപ്പം നമ്മൾ ഏത് വണ്ടിയാണോ വിളിക്കുന്നത് അവരോട് നേരത്തെ തന്നെ പറയുക, കുറച്ച് വെള്ളം, എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കരുതി വണ്ടിയെ വെക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്നാക്സ്, എന്തെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്നാക്സ് കരുതി വെക്കുക.
അങ്ങനെ നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ക്വാറൻറ്റൈൻ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് കണ്ടതായിരുന്നു. അപ്പോൾ ഈ വീഡിയോയും കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനിയും വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.